ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് വരുന്നതാണ്. ജനറൽ സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായ പോലെ നിൽക്കുന്നുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറണം, വാട്ടർ സർവീസ് ചെയ്യുക, ഓയിൽ ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ ബോൾഡറൈസർ ഹാൻഡിൽ ബെയറിങ് ഒരു ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്, സീറ്റ് ലോക്ക് കറക്റ്റല്ല, ലെഫ്റ്റ് സൈഡ് മിറർ അത് ലൂസായി കിടക്കുന്നുണ്ട്. അതായത് ശരിക്കും കംപ്ലൈൻ്റ് ആണ്, അത് മാറ്റിടാം. ഇന്നർ കവർ പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്കുകൾ. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട്. ഈ സർവീസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഈ വീലിൻ്റെ ഈ ആക്സിൽ ഷാഫ്റ്റിന് ചെറിയൊരു പ്ലേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നസ് കണ്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ വീൽ ആക്സിലിനായിട്ട് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റേതായുള്ളൊരു ഒരച്ചൽ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെയൊക്കെ നോക്കുമ്പോൾ പറയാം ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചേക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈനറും ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ആ നട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീലിൻ്റെ ആക്സിൽ നട്ട് ലൂസായി കിടന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അതാണ്. അപ്പോൾ ഞാനത് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ട് അയച്ചെടുത്താണ്. അപ്പോൾ നമുക്കതൊരു ത്രെഡ് ലോക്കറൊക്കെ വെച്ചിട്ട് ആ നെട്ടൊന്ന് മാറ്റിയിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടൈറ്റിങ് കറക്റ്റ് ആവണ ഇവൻ നമ്മളത് കൊണ്ടുവരേണ്ട കാര്യമില്ല. നട്ട് മാറ്റി പുതിയതാണ്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. പിന്നെ ഇത് വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. ഈ തവണ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ CVT ക്ലച്ചിൻ്റെ ഉള്ളിലായാലും നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊടിയുടെ പ്രസൻസ് ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ശരിക്കും ബ്രഷ് ചെയ്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എയർ അടിച്ച് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ക്ലച്ചിൻ്റെ ആയാലും ക്രാങ്കിൻ്റെയും ക്ലച്ചിൻ്റെ ആയാലും ഓയിൽ സീലുകൾക്കൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്കിൽ വരുന്ന പുള്ളി വീലൊക്കെ ശരിക്കും ഫുള്ള് തുരുമ്പ്, അതുകൊണ്ടാണ് തുരുമ്പിൻ്റേതായുള്ള പ്രശ്നസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ റോളർ പിന്നൊക്കെ ഒന്ന് മാറ്റിയിടാതെ ഈ രണ്ട് ഓയിൽ സീലും അതിനകത്ത് തന്നെ ആ ഓറിങ്ങും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. കാരണം അതല്ലെങ്കിൽ ആ വീല് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുള്ള അത്യാവശ്യം തുരുമ്പുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൈവടനെ ക്ലിയർ ചെയ്തിടാം. പിന്നെ അതുപോലെ നമുക്ക് ഈ ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കുമ്പോഴല്ലോ, ബെൻഡെക്സ് വർക്കിംഗ് വളരെ സ്ലോ ആയിട്ടാണ്. വലിയ താമസം ഇല്ലാണ്ട് അത് കംപ്ലയിൻറ്റിലേക്ക് എത്തും എന്ന രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ലൂബ്രിക്കേഷൻ കൊടുത്ത് കയറ്റിയിടാം. പക്ഷേ എന്ന് കരുതിയിട്ട് ഇടയ്ക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം സെൽഫിൻ്റെ കേട്ടോ. കാരണം ബെൻഡെക്സ് ഇങ്ങനെ നമ്മൾ സെൽഫ് അടിയുമ്പോൾ കയറി വരണം. അത് കഴിഞ്ഞിട്ട് സെൽഫ് മോട്ടറിൻ്റെ വർക്കിംഗ് കഴിഞ്ഞാൽ ഇതേപോലെ ഇറങ്ങി പോകണം. ഇത് ഇറങ്ങി പോകുന്നില്ല. ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു 3/4 ഭാഗം വരെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്കൊന്ന് ലൂബ്രിക്കേറ്റൊക്കെ ചെയ്തിട്ട് കയറ്റിയിടാം. പരമാവധി ഉപയോഗിക്കുക. എന്നിട്ട് നോക്കിയിട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ, കാരണം കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ അഴിച്ച് മാറ്റിയാലും മതി. ഏകദേശം നമുക്കൊരു 1000 താഴെ വില വരും ഈ സാധനത്തിന് മാത്രമേ. അപ്പോൾ അതുകൊണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. എന്നിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത സർവീസിലെങ്ങാനും കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നോക്കുമ്പോൾ വേരിയേറ്റർ ബോഡിയൊക്കെ ചെറിയ പിള്ളേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ആ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ്. നമുക്ക് എയർ അടിച്ച് ക്ലീനൊക്കെ ആക്കി റീസെറ്റ് ചെയ്യാം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ അലുമിനിയം ബോഡിയൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. അതിൻ്റെ ഒരു ആരംഭണി കാണണം കേട്ടോ. ചെറിയൊരു പ്ലേ ഉണ്ട്. ക്ലച്ച് വെയിറ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടും ക്ലീൻ ചെയ്തിട്ട്. പിന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്തേക്ക് ഉണ്ടല്ലോ, എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണത്. ഫുള്ള് ചെളിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി അടിച്ച് കയറിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് വാഷിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതേ രീതിയിൽ തന്നെ ഒന്ന് കഴുകുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ചെളിയാണ് കുത്തിയിളക്കിയിട്ടാണത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എവിടെയെങ്കിലുമൊക്കെ തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും. അതാണ്ട് ക്ലിയർ ചെയ്ത് പോകാം. ഇതേപോലെ അഴിച്ചു കഴുകലൊന്നും പിന്നീട് നടക്കില്ലല്ലോ. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഏറെക്കുറെ അതിൻ്റെ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. എഞ്ചിൻ ഓയിലപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടി എഴുതിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിൽ കൂടെ ചെയ്തോ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റണുള്ളൂ കേട്ടോ. നല്ലൊരു തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി, കുഴപ്പമില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ ഞാനിപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വാട്ടർ സർവീസും കൂടി ചെയ്തിട്ട് നോക്കാം. നമുക്ക് കാർബറേറ്റർ പക്ഷേ ചിലപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വന്നു കൂട്ടോ. കാരണം എന്ന് വെച്ചാൽ ജനറൽ സർവീസിൽ കാർബറേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഈ സ്ലൈഡറിൻ്റെ ഉള്ളിൽ ജാമാണെങ്കിൽ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാതെ കൊണ്ട് മാർഗം ഉണ്ടാവില്ല. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ എന്തെങ്കിലും മാറ്റിയിടാം. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്കത് വാട്ടർ സർവീസ് കൂടി കഴിഞ്ഞിട്ടേ വേണമെങ്കിൽ നോക്കിയിട്ടൊന്ന് ആവശ്യമാണെങ്കിൽ ഒന്ന് കാർബറേറ്റർ കൂടി ഒന്ന് വെച്ച് ക്ലീൻ ചെയ്തിടേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ സീറ്റിൻ്റെ ഈ ലോക്ക് കേബിൾ വലിഞ്ഞിരിക്കുക. അപ്പോൾ അത് ഫുൾ ഓപ്പണായ കണ്ടീഷനിൽ നിൽക്കണം ഇവിടുത്തെ. അതായത് ഇപ്പോൾ മറ്റപ്പാട് ലോക്ക് ആവില്ല. അപ്പോൾ സീറ്റ് വന്നാലും വെറുതെ അങ്ങനെ കിടന്ന് കളിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് കേബിൾ മാറ്റിയിട്ടാൽ മതി. ക്യാച്ചറൊന്നും കുഴപ്പമില്ല. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡ് മിറർ കംപ്ലയിൻ്റ് ഉണ്ട്. അത് വെറുതെ കിടന്ന് തിരിയുള്ളൂ. പൊസിഷൻ കറക്റ്റായിട്ട് നിൽക്കില്ല. ലിവറിൻ്റെ ബാൻഡൊക്കെ ലൂസ് ഉണ്ട്.
ഈ സൈഡ് കണ്ണാടി ലൂസായി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഇത് ഇവിടെ വരുന്ന യൂണിറ്റാണ്. എയർ ഫിൽറ്ററിൻ്റെ പോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നത് സ്പോഞ്ച് ടൈപ്പാണ്. അതൊരു പൊടിഞ്ഞൊരവസ്ഥയിലാണ്, അത് മാറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ പറയുന്നത് ഇന്നർ കവറാണ്. ഇന്നർ കവർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കട്ടെ, ഐറ്റംസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം കേട്ടോ. പിന്നെ ബാറ്ററി ആയാലും ബാറ്ററി ഇത് ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ വോൾട്ട് ഉണ്ട്, 12.9 ഉണ്ട്, 13 അടുത്ത് തന്നെ ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ കിടക്കട്ടെ. പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ബ്രേക്ക് ജാമാവുന്നു എന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടിയൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണതായിരിക്കും. ക്ലീൻ ചെയ്ത് കയറ്റാൻ തരും കേട്ടോ. പിന്നെ അതേപോലെ ഈ സൈഡ് കാണുന്നത് ഒരു ഓയിൽ ലീക്കാണ്. ഫോർക്കിൻ്റെ സൈഡിലത്തെ ലീക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആരംഭമാണ്, കൈയോടെ അത് അഴിച്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവിടുത്തെ ഓയിൽസീൽ ലീക്ക് ആയക്കണം കേട്ടോ. അത് ചെയ്ത് പോകണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. താമസം പിടിക്കുന്ന പണിയാണ്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടുത്തെ ആ വൈബ്രേഷൻ കാണിക്കുന്നത് ഈ ഹാൻഡിൽ കവർ അതിൻ്റെ ഉള്ളിൽ ആ ബോൾട്ട് വന്ന ഭാഗം പൊട്ടി കിടക്കാം കേട്ടോ. ബോൾട്ട് അതുമുണ്ട്, പക്ഷേ ഈ ഫൈബർ കവർ അതിൽ പൊട്ടി പോകുന്നേക്കാം. ഒരു വാഷിട്ട് തൽക്കാലം ടൈറ്റ് ചെയ്ത് വലിയ പിടപ്പില്ലാത്ത രീതിയിലേക്ക് ആക്കി വെച്ചേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഫോർക്കിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫോർക്കൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വാട്ടർ സർവീസ് ഇതേപോലെ അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ താമസം വരും എന്തെങ്കിലും കേട്ടോ. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് വാഷിങ്ങിന് പോകാൻ പറ്റുള്ളൂ. വാഷിങ്ങിന് ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ കവറൊക്കെ അഴിച്ചിട്ട് കൊടുത്തിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് വേണം അവിടെ തന്നെ വീണ്ടും അസംബിൾ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും അഴിച്ച് പെയിൻറ്റ് അടിച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താമസം വരും വർക്ക്. ഗ്യാപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയറായിട്ട് നമുക്ക് ചെയ്യാം. ആ രീതിക്കടെ കറക്റ്റ് ചെയ്ത് പോകാം. കൂട്ടത്തിക്കട ഫോർക്കിൻ്റെ കേസും കൂടി വേണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കട അത് അഴിച്ചോ അതിൻ്റെ ഹോൾസെയിലും കാര്യങ്ങളും കൂടി മാറ്റാവുന്നതാണ്. അതങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൈപ്പ് പോകും. ഒരു സൈഡാണ് ലീക്ക്, പക്ഷേ ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യേണ്ടി വരും. രണ്ടെണ്ണത്തിൻ്റെ ഓയിലും വിത്ത് ഹോൾസെയിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ. ഞാൻ കണ്ടേക്കണ കേസുകളൊക്കെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ തയ്യാറാക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം കേട്ടോ. എത്ര എമൗണ്ട് വരും നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ആണല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറഞ്ഞേക്കാം. ഓക്കെ.